ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ എന്ത് പറയുന്നു. വെൽക്കം ടു റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്. അപ്പം ചെറിയൊരു ഗ്യാപ്പ് വന്നു പോയി. ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു, അതുകൊണ്ടാട്ടോ. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റുമായിട്ട് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അതെന്താണെന്നല്ലേ? അത് നമ്മൾ ഈ ലേഡീസിന് മുടിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ഇതല്ലേ, നമ്മൾ ഇത്തിരി പൊസസീവാണ്. നമുക്ക് മുടിയുടെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് മുടി എങ്ങനെയായിരിക്കണം, അപ്പം ആ മുടിയെക്കുറിച്ച് മുടിയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ മുടിയുടെ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള ചെറിയൊരു കൊച്ചു ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യുമ്പം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മുടിയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അതെന്താണെന്നല്ലേ ഇപ്പം പറയാം കേട്ടോ. അപ്പം സംഭവം എന്താന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? മറ്റൊന്നുമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. കണ്ടോ ഇതെന്താന്ന്? കെരാറ്റിൻ ഷാംപൂ. വെറും ഷാംപൂ അല്ല, കെരാറ്റിൻ ആൻറ്റി ഫ്രിസ് ഷാംപൂ, അതുപോലെ കെരാറ്റിൻ കണ്ടീഷണർ. ഞാൻ ഈ കെരാറ്റിനെ കുറിച്ച് ഫസ്റ്റ് ടൈം ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കുറച്ച് നാൾ മുമ്പ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒരു 2 years ബാക്ക് ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ, റോഷനിയുടെ കൂടെ, അവളുടെ ഹെയർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ ഒന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ സുജിത്തിൻ്റെ ബ്യൂട്ടി സാലണിലാണ് പോയത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഒരു ഹെയർ കളർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഒരു പർപ്പിൾ കളർ അടിക്കണമെന്ന്, പക്ഷെ അത് നടന്നില്ല. പക്ഷെ അന്ന് എൻ്റെ മുടി പിടിച്ചു നോക്കിയിട്ട് അവർ പറഞ്ഞു, ഓ നിങ്ങളുടെ മുടി ഭയങ്കര ഡാമേജ്ഡാ, ഞാൻ ഒത്തിരി ഹെന്നയൊക്കെ ചെയ്യായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡ്രൈയും ഡാമേജും ഒക്കെ ആയിട്ട് ഇരിക്കുക, അതുകൊണ്ട് അതിങ്ങനെ ഇത്ര ഇതായിട്ടിരിക്കുന്നത്. ഇതൊന്ന് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെരാറ്റിൻ ബോട്ടോക്സ് ചെയ്താൽ ഇത് നന്നായിരിക്കും, അതൊന്ന് ചെയ്തുകൂടെ എന്ന്. അങ്ങനെ വേണോ വേണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങ് ചെയ്തു. പക്ഷെ ഗായ്സ്, ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു 10 years യങ്ങറായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ഞാൻ തന്നെ ഒരു കോൺഫിഡൻറ്റ് മൈസെൽഫായി. അങ്ങനെയാണ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് 2 years ബാക്ക്. ഇപ്പം എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതെനിക്ക് ശരിക്കും 1 year നല്ല പ്രോപ്പറായിട്ട് അതെനിക്ക് ചെയ്തു. ഇപ്പം നിയർലി 2 years എബവ് ആയി. എന്നിട്ടും ഇപ്പോഴും എൻ്റെ ഹെയറിന് അത് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതെങ്ങനെ നിന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളിപ്പം ഇവിടെയാണ് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയിട്ട് അത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആണെങ്കിലും ഒത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ എപ്പോഴും അത് സാലണിൽ പോയി ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കെമിക്കൽസ് അതിനകത്ത് ഉണ്ടെന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ്, അങ്ങനെ നമുക്ക് ഒത്തിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിന് കെരാറ്റിൻ എന്താണെന്ന് അറിയണം. നിങ്ങൾക്കറിയോ കെരാറ്റിൻ എന്താന്ന്? അത് നാച്ചുറലി നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ അത് നമ്മുടെ മുടിയുടെ ഡ്രൈയും ഡാമേജും ഉള്ള ഹെയർ ഇതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നല്ല സിൽക്കി ആൻഡ് ഇതൊക്കെ ആയിട്ട് ഇത് ചെയ്യും. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതെങ്ങനെ നിയർലി 2 years എൻ്റെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്തു. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? വേറെ ഒന്നുമല്ല, ഇത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, അങ്ങനെ ആ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ കണ്ടിട്ട് പറഞ്ഞു, നല്ല വ്യത്യാസമുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താണെങ്കിലും ചെയ്തേക്കാം എന്നോർത്തു. അപ്പം അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ടിങ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് വന്നപ്പം അവരെനിക്ക് കെരാറ്റിൻ്റെ തന്നെ ഷാമ്പൂവും അതുപോലെ കണ്ടീഷണറും തന്നു വിട്ടായിരുന്നു. കാരണം നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിയാണ് അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത്. കാരണം പിന്നീട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കറിയാം, പിന്നെ നമുക്കത് കേൾ ചെയ്യുകയാണെങ്കിൽ അത് കേളായിട്ട് അത് ഇരിക്കത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ നിന്ന് അത് അയപ്പിക്കാൻ നോക്കി. പക്ഷെ അത് ഒത്തിരി കോസ്റ്റ്ലി. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് UK തന്നെ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്തുവിടുന്നു. അങ്ങനെയാണ് ഇതെനിക്ക് ഒത്തിരി ഉപകാരപ്പെടാതായിരുന്നു. ഇതിങ്ങനെ സാലണിലൊക്കെ ചെയ്യുന്നത് തന്നെ ബ്രാൻഡാണ് കെരാറ്റിൻ്റെ കെരാറ്റിൻ്റെ ആൻറ്റി ഫ്രിസ് ആണ്. അപ്പം ഇത് ഫ്രിസ് ആവത്തില്ല നമ്മുടെ മുടി. അപ്പം ഞാൻ വീക്കിലി വൺസ് എൻ്റെ ഹെയർ ഇച്ചിരി ഓയിലൊക്കെ തേച്ച് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. വീട്ടിൽ നിന്ന് മമ്മി ഉണ്ടാക്കി തന്ന ഒരു ഓയിലുണ്ട്. ആ ഓയിലിൻ്റെ കൂട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പം അതിനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട്. എന്നിട്ട് അത് തേച്ച് ഒരു നിയർലി 1 to 2 hours ഓർ അറ്റ്ലീസ്റ്റ് 30 minutes വെച്ചതിന് ശേഷം നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ട്
അത് കഴുകി. അപ്പം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കെരാട്ടിൻ ഷാമ്പു ആണ് അതിനു വേണ്ടി യൂസ് ചെയ്തിരുന്നത്. എപ്പോഴും മോസ്റ്റ്ലി കെരാട്ടിൻ. ഈ ബ്രാൻഡാണ് എനിക്ക് ഇച്ചിരി കൂടെ നല്ലതായിട്ട് തോന്നിയത്. ഇതിൻ്റെ ഷാമ്പുവും അതുപോലെ അത് കഴിഞ്ഞ് ഷാമ്പു ഇട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് നേരം കണ്ടീഷണർ ഇടുക, എന്നിട്ട് അത് കഴുകിക്കളഞ്ഞ് മുടി ഡ്രൈ ചെയ്യുക. പിന്നെ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്ക് മുടി ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓടിപ്പോയി സ്ട്രൈറ്റ്നർ ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. ഒത്തിരി ഈസിയാണ് നമ്മുടെ ജോബ്, ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ മുടി ചെയ്യാനോ ഒക്കെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിലോ അതല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും പ്രോഗ്രാമിന് പോകണമെങ്കിലോ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മേക്കപ്പിനെല്ലാം ഭയങ്കര ഈസി പരിപാടിയാണ് ചെയ്യുക. വെറുതെ ചുമ്മാ അഴിച്ചിട്ടിട്ടാണെങ്കിൽ നമുക്കങ്ങ് പോവാം. അപ്പം എനിക്കത് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്കും അത് ഉപകാരമല്ലോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ. ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഇതും എന്നോട് പറയണം കേട്ടോ. താങ്ക് യു. അപ്പം എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, താഴെ കമൻറ്റ് ഇടുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ നോർമലി ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഈ പ്രൊഡക്റ്റ് ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നോർമൽ ഹെയറിനൊക്കെ നിങ്ങൾ ഓൾറെഡി കെരാട്ടിൻ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ഇടണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം സബ്സ്ക്രൈബ് റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്, കമൻറ്റ് ആസ് വെൽ. താങ്ക് യു, ബൈ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാനിനി വരുന്നതാണ് കേട്ടോ.